എനിക്ക് ട്രൈ ചെയ്തപ്പോ ഇന്ത്യാന ജോൺസ് സിനിമ ഉണ്ടോ, ട്രഷർ ഹണ്ടിങ്, അതുപോലുള്ള ക്യാരക്ടറുള്ള ആൾക്കാരല്ലേ. യാത്ര എപ്പോഴും നല്ല പൊളിയായിട്ട് ഇങ്ങനെ കറക്കം, വീട്ടിലിരിക്കാൻ താല്പര്യമില്ലാത്ത. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു മിത്താണ് ഈ പൾസ് പോയിന്റിൽ അടിക്കണം എന്നുള്ളത്. ശരിക്കും അതൊരു ലോജിക്കലാത്ത കാര്യമാണ്. നമ്മുടെ പൾസ് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കയ്യിൽ ഞരമ്പ് തുടിക്കുന്നു, നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും വാങ്ങി യൂസ് ചെയ്യുന്ന പെർഫ്യൂം നിങ്ങളും വാങ്ങി അടിക്കരുത്, കാരണം അത് യൂണീക്ക് ആവില്ല. ഓക്കെ. പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഊത് ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഊത് എന്ന് പറഞ്ഞ ടോം 2007 ക്രീഡിന് വേണ്ടിയിട്ട് ഒലിവിയർ ക്രീഡ്, എർവിൻ ക്രീഡ്, രണ്ട് പെർഫ്യൂമാണ് ക്രീഡിന് വേണ്ടി ചെയ്തൊരു പെർഫ്യൂമാണ് ക്രീഡ് വെർജിൻ ഐലൻഡ് വാട്ടർ. 2007 പുറത്തിറങ്ങിയ ആ ഒരു പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വെർഷനാണ് റൈഹാൻ അക്വാട്ടിക്ക എന്ന പേരിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഞാൻ ആ പെർഫ്യൂം ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കഴിഞ്ഞൊരു 3-4 ദിവസമായി എന്റെ കയ്യിൽ വന്നിട്ട്. അപ്പം ട്രൈ ചെയ്തതിനു ശേഷം അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ മണം എന്താണെന്നും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എത്ര നേരം നിൽക്കുമെന്ന് ഞാൻ പറയും. ഇത് വാങ്ങണം വേണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. റൈഹാന്റെ ബോക്സ് ഒക്കെ അറിയാം, നിങ്ങൾക്ക് അറിയുന്ന ബോക്സ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. EDP കോൺസെൻട്രേഷൻ 100 ml ആണ്. ഇതാണ് ബോട്ടിൽ വരുന്നത്. ഇതൊരു സിൽവർ പാറ്റേൺ ആണ് ബോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ജ്യൂസിന്റെ കളർ ഒരു ലൈറ്റ് ബ്ലൂ ആണ്. നമ്മുടെ വെർസാച്ചെ, പോർഹോമിലൊക്കെ അല്ലെങ്കിൽ ഡോൾച്ചെ ആൻഡ് ഗബാന ലൈറ്റ് ബ്ലൂ ഡെൻസിലൊക്കെ ഉള്ള പോലെ ഒരു അക്വാറ്റിക് ബ്ലൂ, ഒരു മറൈൻ ബ്ലൂ ടൈപ്പ് കളറാണ് ജ്യൂസിന്റെ കളർ വരുന്നത്. ബോട്ടിൽ കാണാനും നല്ല രസമാണ്. അത്യാവശ്യം വെയിറ്റും ഉണ്ട്. മെറ്റൽ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ കൊള്ളാം. താഴെ ബാച്ച് കോഡും കാര്യങ്ങളുണ്ട്. ക്യാപ്പ് ഇവിടെ റൈഹാണെന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് അത്യാവശ്യം കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ആണ് ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മെയിൻ പ്രൊഫൈൽ എന്ന് പറയുന്നത് സിട്രസ്, സ്വീറ്റ്, കോക്കനട്ട്, ഫ്രഷ് സ്പൈസി, വാനില, ലാക്ടോണിക്, റം, വുഡി. ടോപ്പ് നോട്ടിൽ കൊടുത്തിട്ടുള്ളത് കോക്കനട്ട്, ലൈം, ബെർഗാമോ, മാൻഡറിൻ. മിഡിൽ നോട്ടിൽ ഷുഗർ കെയിൻ, ജാസ്മിൻ, ഹിബിസ്കസ്, ഗാർഡേനിയ. ബേസ് നോട്ടിൽ റം, ടോങ്കബിൻ, മസ്ക്, പച്ചോളി. അപ്പൊ ഇതൊരു ട്രോപ്പിക്കൽ പെർഫ്യൂം ആണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. ചുരുക്കത്തിൽ ഇത് ട്രൈ നോക്കാം. ഞാനിത് ഇന്നലെ കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന സമയത്ത് ഇന്നലാണ് ഞാൻ ട്രൈ ചെയ്തത്. എനിക്ക് ഇതിന്റെ മണത്തെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ നോട്ട് നോക്കിയില്ല. പക്ഷെ ആൾക്കാരുടെ ഹൈപ്പ് കണ്ടിട്ട് പലരും വാങ്ങി ഉപയോഗിക്കുന്ന ഒരു അഭിപ്രായം കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഞാൻ ബോഡിയിൽ അടിക്കുന്നതിന് മുമ്പ് എയറിൽ അടിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പിക്ക് ചെയ്ത നോട്ട്. അത് നിങ്ങൾ വാങ്ങുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ബോഡിയിൽ അടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എയറിൽ അടിച്ചിട്ട് നിങ്ങൾ പറയും. ഇതിൽ ആദ്യത്തെ സ്പ്രേയിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മണം പറഞ്ഞാൽ തേങ്ങാപ്പാലിന്റെ മണം. തേങ്ങാപ്പാലിന്റെ മണമാണ് ടോപ്പ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒത്തിരി യുണീക്കാണ് ഈ ഒരു പെർഫ്യൂം. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പച്ചത്തേങ്ങ അല്ല, ഉണക്കത്തേങ്ങ. ഉണങ്ങിയ തേങ്ങയുടെ ഒരു തേങ്ങാപ്പാൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കൊഴുത്ത സ്മെല്ലാണ് ഓപ്പണിങ്ങിൽ. അതോടൊപ്പം തന്നെ നാരങ്ങയുടെയും ആ ബെർഗാമോയുടെ ഒക്കെ ഒരു നോട്ടും ഉണ്ടാവും. നാരങ്ങയുടെ ഒരു ഫ്രഷ്നെസ്, ബെർഗാമോ, അതുപോലെ തന്നെ മാൻഡറിൻ, ഓറഞ്ച്, ലൈം, ഇതിന്റെയൊക്കെ ഒരു ഫ്രഷ് ഓപ്പണിംഗ്, ഒരു ഷാർപ്പായിട്ടുള്ള ഓപ്പണിങ്ങിനോടൊപ്പം കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാലിന്റെ മണം. ഇപ്പൊ ഓപ്പണിങ്ങിൽ തന്നെ തേങ്ങാപ്പാലും ലൈമും ബെർഗാമോയും ചേർന്ന് വരുന്ന ഒരു ക്രീമി ആയിട്ടുള്ള സ്മെല്ല്. ഈ ക്രീമി നോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഷനേൽ അല്ലൂർ ഹോം സ്പോട്ട് എക്സ്ട്രീമില് ഈ കോക്കനട്ട് മിൽക്കിന് പകരം ഒരു ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ക്രീം. ഇവിടെ കോക്കനട്ട് മിൽക്ക് വരുന്നു എന്നേ ഉള്ളൂ. എനിക്ക് ആ ഒരു അതേ ക്രീമി സ്വീറ്റ്നെസ് ആയിട്ടുള്ള ഒരു നോട്ടായിട്ടാണ് എനിക്ക് ഫീൽ. തേങ്ങാപ്പാലും ഈ പറഞ്ഞ നോട്ടൊക്കെ ചേരുമ്പോൾ അല്പം ഒരു രുചി തരുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. ഫ്രഷ് ആണ് കേട്ടോ, ഫ്രഷ് ആണ്, എങ്കിലും ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ തേങ്ങാപ്പാലിന്റെ ഒരു സ്വീറ്റ്നെസ് ഇല്ലേ, മധുരമല്ല ഞാൻ പറയുന്നത്, തേങ്ങാപ്പാലിന്റെ ഒരു സ്വീറ്റ്നെസ്, ആ സ്വീറ്റ്നെസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ടോങ്ക ബീൻ ബേസിക്കലി വാനില സ്മെല്ലാണ്. അപ്പൊ വാനിലയുടെ ഒരു മണവും പിന്നെ വൈറ്റ് മസ്ക് നല്ലപോലെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഒരു എയറി ടൈപ്പ് ആയിട്ട് ഇത് പ്രൊജക്ട് ചെയ്യും. മസ്കിന്റെ നോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ബൂസി നോട്ട്, ഒരു എന്താ പറയാ, അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു തരം ഈ ഹാപ്പി ഫിസ്, അതുപോലെ തന്നെ ബിയർ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു എയർ മോളിക്യൂൾസിനെ പതച്ച് നിറഞ്ഞു പൊങ്ങി വരില്ലേ, അതുപോലെ തന്നെ ഒരു ബൂസി നോട്ടിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒരു ബൂസി, അത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ പിടി കിട്ടും. ഒരു ബൂസി നോട്ട്. അത് റമ്മിന്റെ ആണ്, പക്ഷെ റമ്മിന്റെ മണമല്ല, റമ്മിനകത്ത് ചേർത്തിരിക്കുന്ന ഒരു തരം ബൂസിനെസ് അതുകൊണ്ട് ചെറുതായിട്ടുള്ളത്. പക്ഷെ മൊത്തത്തിൽ ഇത് ട്രൈ ചെയ്യുമ്പോൾ തേങ്ങാപ്പാലും നാരങ്ങയൊക്കെ ചേർന്നിട്ടുള്ള ഭയങ്കര ഒരു ക്രീമി മൗത്ത് വാട്ടറിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. അത് എപ്പോ വേണമെങ്കിലും അടിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂം, നല്ല ഹാപ്പിനെസ് തരുന്ന ഒരു പെർഫ്യൂം. എന്റെ അഭിപ്രായം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. കാരണം ഈ ഒരു ഫ്രഷ് പെർഫ്യൂം ഇത്തിരി യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. മാത്രമല്ല ഏകദേശം 35,000 രൂപ വില വരുന്ന ക്രീഡിന്റെ വെർജിൻ ഐലൻഡ് വാട്ടറിന്റെ ഇൻസ്പയർഡ് ആണ്. അപ്പൊ അത്രയും രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. വെർജിൻ ഐലൻഡ് കയ്യിൽ ഉള്ള ഒരു സബ്സ്ക്രൈബർ, അയാളുടെ കയ്യിൽ ഈ സാധനമുണ്ട്. ഇപ്പൊ പുള്ളി പറഞ്ഞത് അതടിച്ചിട്ട് കോംപ്ലിമെന്റ് കിട്ടാറില്ല, പക്ഷെ ഇത് അടിക്കുമ്പോൾ കോംപ്ലിമെന്റ് കിട്ടും. കാരണം എന്താണ്, അത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ അരമണിക്കൂറേ നിൽക്കുന്നുള്ളൂ. എങ്ങനെ 35,000 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് അരമണിക്കൂർ ഈ സാധനം നിൽക്കുന്നുള്ളൂ. അപ്പൊ അത്രയും വില കൊടുത്ത് വാങ്ങിയിട്ട് കാര്യമില്ല.
നമുക്ക് പെർഫോമൻസ് വേണം. അതിന്റെ 10 പൈസ കൊടുത്ത്, ഏകദേശം 3200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ഓക്കെ, എക്സാക്ട് സെയിം സ്മെൽ, ഏകദേശം ഒരു 90% ആക്യുറേറ്റ് ആണെന്നാണ് എന്നോട് ഈ യൂസ് ചെയ്ത ഈ രണ്ടും കയ്യിലുള്ള ആള്. അയാളുടെ കയ്യിൽ 2 ബാച്ച് ഉണ്ട്. കാരണം ഈ സിൽവർ എന്ന് വെർജിൻ ഐലൻഡ് വാട്ടർ ആദ്യകാലത്ത് ഇറങ്ങിയപ്പോൾ ഒരു ബ്ലൂ ക്യാപ്പ് ഉള്ള ഒരു ബാച്ചാണ് ഇറക്കിയത്. അതിനുശേഷം അത് റീഫോർമുലേറ്റ് ചെയ്തു. ആ ബ്ലൂ ക്യാപ്പിനകത്ത് ഈ കോക്കനട്ട് മിൽക്കിന്റെ നോട്ട് കുറെ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് റൈഹാൻ ഇറക്കുന്നത്. നമുക്ക് അറിയാം, റൈഹാന്റെ ഒബ്സിഡിയൻ 2014 ഡിയോറോ ഹ്യൂമിൻസിന്റെ ബാച്ച് ഇറക്കിയത് പോലെ ഇത് 2007 വെർജിൻ ഐലൻഡ് വാട്ടറിന്റെ ഇൻസ്പയർ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് അതിനേക്കാൾ നല്ല പെർഫോമൻസ് ഇതിനുണ്ടെന്നാണ്. ശരിയാണ്, ഞാൻ ട്രൈ ചെയ്തു. ഞാൻ പെർഫോമൻസ് കാര്യത്തിലേക്ക് പറയാം. ഇതിന്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഞാൻ 8 സ്പ്രേ അടിച്ചു. 8 സ്പ്രേ അടിച്ചിട്ട് എനിക്ക് ഏകദേശം 7 മണിക്കൂറാണ് നിന്നത്. ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് 7 മണിക്കൂർ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ അത് വളരെ നല്ല ലോങ്ജിവിറ്റിയാണ്. ഇനി പ്രൊജക്ഷൻ സ്ട്രോങ് ആണ്. ആദ്യത്തെ 3-3.5 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. 8-9 സ്പ്രേ നിങ്ങൾ അടിക്കണം. ഓക്കെ, പ്രൊജക്ഷൻ സ്ട്രോങ് ആണ്, ലോങ്ജിവിറ്റിയും സ്ട്രോങ് ആണ്. ഇനി ഏത് സാഹചര്യത്തിൽ അടിക്കണം, അതായത് വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കറുത്ത് കരുവാളിച്ച് പോകുന്ന രീതിയിലുള്ള വെയിലില്ലേ, ഒരു 40 ഡിഗ്രി അത്രയ്ക്ക് ചൂടുള്ള സമയത്ത് വേണം യൂസ് ചെയ്യാൻ. നല്ല ഹൈ ഹീറ്റ് വേണം. ഹൈ ഹീറ്റ് ഉണ്ടായാൽ മാത്രം ഇത് പ്രൊജക്ട് ചെയ്യൂ. അപ്പോൾ ചൂടത്ത് നിങ്ങൾ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യും. ഇതിനകത്ത് ഒരു ഫ്രൂട്ടി നോട്ട് ഇല്ല. ചിലർക്ക് ചില ഫ്രൂട്ടി നോട്ടുകൾ ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല, അല്പം കുത്തുന്ന പോലെ തോന്നും. ഇതിനകത്ത് യാതൊരു പ്രശ്നമില്ല. തുടക്കം മുതൽ ഇതിന്റെ അവസാനം വരെയും ഈ ഒരു നോട്ട് തന്നെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവസാനത്തിലേക്ക് എത്തുമ്പോൾ നല്ല വാനില സ്മെല്ല് വരും, ഡ്രൈ ഡൗണിൽ. അതുവരെയും ഈ തേങ്ങാപ്പാലും നാരങ്ങയും ഓറഞ്ചിന്റെ ഒക്കെ മണം ചേർന്നിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഫ്രഷ് ഔട്ട് ഓഫ് ദ ഷവർ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു തരം ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും. ഓക്കെ, ഇത് ആരൊക്കെ യൂസ് ചെയ്യണം? ഇത് മെയിൻ ആയിട്ട് വെയിലത്ത് ജോലി ചെയ്യുന്നവർ, മിക്കവാറും നിങ്ങൾ മാർക്കറ്റിംഗ് ആണ്, സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ആണ്, അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഫീസിനകത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ മെഡിക്കൽ ഫീൽഡിൽ, അത് ഏത് ജോലിയായിക്കോട്ടെ, മെഡിക്കൽ റെപ്പ് ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ ഫീൽഡിലും കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ ഇനോഫൻസീവ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അടുത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ 8-10 സ്പ്രേ അടിച്ചിട്ട് പോയാലും യാതൊരു പ്രശ്നമില്ല. അവർ റെക്കമെൻഡ് ചെയ്യും, അവർ കോംപ്ലിമെന്റ് ചെയ്യും. മണം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ കോംപ്ലിമെന്റ് ചെയ്യും. അതേപോലത്തെ ഒരു നോട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഡി എൻ ആണ്. ഈവൻ ലേഡീസിന് അടക്കം, ഗേൾസ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഈ പെർഫ്യൂം ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഗേൾസിന് യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ഒരു മാസ്കുലിനിറ്റി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ തല കറക്കുന്ന രീതിയിലുള്ള നോട്ടുകളൊന്നുമില്ല. ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. പിന്നെ കോളേജിൽ പഠിക്കുന്നവർക്ക്, കോളേജിൽ പോകുന്നവർക്ക് നിങ്ങൾക്ക് ആ ഒരു ദിവസം മുഴുവൻ ഫ്രഷ് ആയിട്ടിരിക്കാൻ ഈ ഒരു പെർഫ്യൂം ഇറക്കാൻ ചെയ്യുന്നു. നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡി എൻ എ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നോട്ടുകളുള്ളത് വാങ്ങണ്ട. പകരം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് വേണം നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യാൻ. എങ്കിലേ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, എല്ലാവരും ഇതേപോലെ ഇങ്ങനെ കുറെ കുത്തി നിറച്ചിട്ടുള്ള ഊതും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൗഡായിട്ടുള്ള പെർഫ്യൂം ഒക്കെ വാങ്ങി അടിച്ചിട്ട് പോകുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കണം, അത്രയും പെർഫ്യൂമിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു. ഇങ്ങനെയുള്ള പർപ്പസ് ഇതേപോലുള്ള പെർഫ്യൂം മതി. ലാസ്റ്റിംഗ് വേണം, പ്രൊജക്ഷൻ വേണം, കോംപ്ലിമെന്റ് കിട്ടും. പലപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള നോട്ടുകൾക്കാണ് കോംപ്ലിമെന്റ് കിട്ടാറ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡി എനിക്കൊന്നും അങ്ങനെ കോംപ്ലിമെന്റ് കിട്ടാറില്ല. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പെർഫ്യൂം എല്ലാവർക്കും ഈസി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ട്രൈ ചെയ്തപ്പോൾ ഇന്ത്യാന ജോൺസ് സിനിമ ഉണ്ടോ, ട്രഷർ ഹണ്ടിങ്, അതുപോലുള്ള ക്യാരക്ടറുള്ള ആൾക്കാരല്ലേ. യാത്ര എപ്പോഴും നല്ല പൊളിയായിട്ട് ഇങ്ങനെ കറക്കം, വീട്ടിലിരിക്കാൻ താല്പര്യമില്ലാത്തവർ, എപ്പോഴും വെയിലത്ത് ഓട്ടവും ചാട്ടവും യാത്രയും സഞ്ചാരമായിട്ട് നടക്കുന്ന സഞ്ചാരികൾ, അല്ലെങ്കിൽ ആ ഒരു നൊമാഡിക് ആയിട്ടുള്ള ആൾക്കാർ, ഹൈക്കിങ്ങിനൊക്കെ പോകുന്നവർ, അവർക്കൊക്കെയാണ് ഞാൻ ഈ പെർഫ്യൂം മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ, അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു 30,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിന്റെ മണം നല്ല കോൺസെൻട്രേഷനിൽ, EDP കോൺസെൻട്രേഷനിൽ, പെർഫോമൻസോട് കൂടി നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ട്രോപ്പിക്കൽ വെതറിനെ പറ്റിയ രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ള സാധനമാണ് റൈഹാൻ അക്വാട്ടിക്ക. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് വാങ്ങുക. നിങ്ങൾക്ക് വർത്താണോ ഇല്ലെന്ന് ട്രൈ ചെയ്തിട്ടേ പറയാവൂ. ഇത് എന്റെ അഭിപ്രായമാണ്, ഒരിക്കലും ഞാൻ പറയുന്നത് മാത്രം കേട്ടിട്ട് നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യരുത്, ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഒരു 10 ml സാമ്പിൾ കൊണ്ടുപോകണം. കാരണം എന്ന് വെച്ചാൽ ഓഫീസ് മാത്രമല്ല, പുറത്ത് പോകുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ടോപ്പ് ചെയ്ത് നോക്കുക, എത്ര നേരം നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്ത് നോക്കുക, ക്ലോത്തിൽ അടിച്ച് നോക്കണം, ഷർട്ടിൽ അടിച്ച് നോക്കണം. എപ്പോഴും സ്പ്രേ ചെയ്യുമ്പോൾ ഒരു 1.5 അടി എന്ന് പറയുന്നത് ഇത്രയാണ്, 1.5 അടി. ഇതാണ് 1.5 അടി. ഈ 1.5 അടി റേഞ്ച് വെച്ചിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്യാൻ. ക്ലോസ് വെച്ചിട്ട് സ്പ്രേ ചെയ്യരുത്. ഈ പെർഫ്യൂം എന്നല്ല, ഒരു പെർഫ്യൂം അങ്ങനെ ചെയ്യരുത്. കാരണം ചിലപ്പോൾ അവിടെ പാട് വീഴാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഡാർക്ക് ആയിട്ടുള്ള നോട്ടുകൾ, ബ്രൗൺ കളറിലുള്ള ജ്യൂസുകൾ, തിക്കായിട്ടുള്ള ജ്യൂസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ പാട് വീഴും. അത് ചിലപ്പോൾ പെർമനന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു 1.5 അടി ഞാൻ കാണിച്ച ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതി. അല്ലാതെ ഒരു പോയിന്റിൽ ഇങ്ങനെ വൃത്താകൃതിയിൽ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യരുത്. എല്ലാ ഏരിയയിലും നിറയുന്ന രീതിയിൽ വേണം നിങ്ങൾ ട്രൈ ചെയ്യാൻ. ഓക്കെ, ഇനി പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു മിത്താണ് ഈ പൾസ് പോയിന്റിൽ അടിക്കണം എന്നുള്ളത്. ശരിക്കും അതൊരു ലോജിക്കലാത്ത കാര്യമാണ്. നമ്മുടെ പൾസ് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കയ്യിൽ ഞരമ്പ് തുടിക്കുന്നു, നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റത്തില്ല. അപ്പൊ ഈ പൾസ് പോയിന്റിൽ അടിക്കണം എന്നുള്ളതൊക്കെ അത് പണ്ട് മൊബൈൽ വാങ്ങുമ്പോൾ പണ്ട് പറയാറില്ലേ, ഇപ്പോഴും അത് ഈണത്തിൽ പാടി നടക്കുന്നുണ്ട്. മൊബൈൽ വാങ്ങി ഉടനെ 12 മണിക്കൂർ 24 മണിക്കൂർ കുത്തിയിടണം. അതേപോലെ ആരൊക്കെയോ പറഞ്ഞു വരുന്ന ഒരു മിത്ത് മാത്രമാണ് പൾസ് പോയിന്റിൽ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അടിക്കാം.
ശരീരത്തിൽ എവിടെ വേണമെങ്കിലും അടിക്കും. അല്ല പൾസ് പോയിന്റിൽ അടിക്കുന്നതുകൊണ്ട് പെർഫ്യൂം ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നു, അത് അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു മണ്ടത്തിലാണ് പറയുന്നത്. ഒരിക്കലില്ല. പെർഫ്യൂമിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും, പെർഫ്യൂമിൽ ചേർത്തിരിക്കുന്ന നോട്ട് അനുസരിച്ചിരിക്കും പെർഫ്യൂം പ്രൊജക്ട് ചെയ്യുന്നതും ചെയ്യാത്തതും. നിങ്ങൾ പൾസ് പോയിന്റിൽ അടിക്കുന്നതുകൊണ്ട് എക്സ്ട്രാ പുഷ് ചെയ്തൊന്നുമില്ല. അതിനകത്തുള്ള ജ്യൂസ് എന്താണോ അത് എവിടെ അടിച്ചാലും പെർഫോമൻസ് കിട്ടും. ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ സ്കിൻ കെമിസ്ട്രിക്ക് ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം ആണെങ്കിൽ അത് എവിടെ അടിച്ചാലും ലാസ്റ്റ് ചെയ്യും. അല്ലാതെ ഇനിയിപ്പം ഞാരമ്പുള്ള ഭാഗത്ത്, ഞാരം ഇല്ലാത്ത ഭാഗത്ത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കുക ചെയ്യാതെ അത് വെറും ഒരു മിത്താണത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എവിടെ അടിച്ചാലും നിങ്ങൾ സംശയം നിങ്ങൾ പരിശോധിച്ച് നോക്കും. നിങ്ങൾ പൾസ് പോയിന്റ് ഉള്ള ഭാഗത്തും അല്ലാതെ ഭാഗത്തും അടിച്ചാൽ രണ്ടിടത്ത് ഒരുപോലെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ അത് പ്ലേസ്മെന്റ് എഫക്ട് ആയിരിക്കും. ചിലര് ബോഡിയിൽ കുറച്ച് വാസലിൻ തേച്ച് പുരട്ടിയിട്ട് അതിന് പുറത്ത് അടിക്കാറുണ്ട്. കൂടിപ്പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് എക്സ്ട്രാ കിട്ടുമായിരിക്കും. ശരി, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ പെർഫ്യൂം നശിപ്പിക്കുക ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൽ ഇറങ്ങണം. അത് സ്കിന്നിൽ പറ്റി പിടിച്ച് നമ്മുടെ സ്കിന്നിൽ നിന്ന് അത് ചേരുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു മണം പുറത്തു വരുന്നത്. നമ്മുടെ സ്കിന്നിൽ നമുക്ക് എല്ലാവർക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് ശരീരത്തിൽ. ആ ഇതുമായിട്ട് ചേർന്നിട്ട് വേണം പെർഫ്യൂം പ്രൊജക്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് ഒരു പെർഫ്യൂം മറ്റു ചിലർ അടിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള ഒരു പെർഫ്യൂം ഒരു കൂട്ടുകാരനടുത്ത് അടിക്കുമ്പോൾ വേറൊരു മണം വരുന്നില്ല. അതിന്റെ കാരണം അയാളുടെ ബോഡിയിലുള്ള ഹീറ്റും അയാളുടെ ബോഡിയിലുള്ള വിയർപ്പിന്റെ മണമൊക്കെ ചേർന്നിട്ടാണ് ഈ മണം വേറെ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സ്കിന്നിനും പെർഫ്യൂമിനിടയിൽ ഒരു ബാരിയർ കൊണ്ട് തീർത്തിട്ട് അതിന് പുറത്തടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ രീതി വർക്കൗട്ട് ആവത്തില്ല. അങ്ങനെയല്ല ഇത് വർക്ക് ആവുന്നത്. തെറ്റാണ്. അങ്ങനെ എക്സ്ട്രാ പുഷ് ചെയ്തൊന്നുമില്ല. അത് വെറും ബട്ടർഫ്ലൈ എഫക്ട് ആണ്, പ്ലേസിബിൾ എഫക്ട് ആണ്. അത് മനസ്സിലാക്കുക. അത് വീഡിയോ പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ സ്പ്രേ ചെയ്യുമ്പോൾ 1.5 ഗ്യാപ്പിട്ട് സ്പ്രേ ചെയ്യുക. പൾസ് പോയിന്റ് അങ്ങനെയൊന്നുമില്ല. പിന്നെ കഴുത്തിന് താഴെ അടിക്കുന്നത് നല്ലതാണ്. വേറൊന്നുമല്ല, അവിടെ ഞരമ്പുള്ളത് കൊണ്ടും പ്രൊജക്ട് ചെയ്ത് വിചാരിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. കഴുത്തിന് താഴെ അടിക്കുമ്പോൾ മണം നമ്മളെ കൂടെ റിമൈൻ ചെയ്യിപ്പിക്കും. ചിലർക്ക് നോസ് ബ്ലൈൻഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴുത്തിന് താഴെ അടിക്കാൻ പറയുന്നത്. ചിലർ പറയും അടിച്ചിട്ട് എനിക്ക് മറന്നുപോയി, ഞാൻ അടിച്ചു, പക്ഷെ മറ്റു ചിലർക്ക് മണം കിട്ടുന്നുണ്ട്, എനിക്ക് മണം കിട്ടുന്നില്ല. അപ്പൊ കഴുത്തിന് തൊട്ട് താഴെയായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വാരിക്കോരി അടിക്കേണ്ട, ഒരു സ്പ്രേ മതി. കൂടെ നിങ്ങൾ മണം റിമൈൻ ചെയ്യിപ്പിക്കും. ഓക്കെ, ഇനി കാലാവസ്ഥയും പെർഫോമൻസ് ലോങ്ജിവിറ്റി എല്ലാം പറഞ്ഞു. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. എല്ലാവരും വാങ്ങി യൂസ് ചെയ്യുന്ന പെർഫ്യൂം നിങ്ങളും വാങ്ങി അടിക്കരുത്. കാരണം അത് യുണീക്ക് ആവില്ല. ഓക്കെ, പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഊത് ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഊത് എന്ന് പറഞ്ഞാൽ ടോം ഫോർഡിന്റെ ഊത് വിട്ടേക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഊത്. അപ്പോ ബാക്കി സ്പൈസി ഊതായിട്ടുള്ളതൊക്കെ അപൂർവം ചിലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ എപ്പോഴും എനിക്ക് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഫ്രഷ് അക്വാട്ടിക് മിനറൽ ഔട്ട് ഓഫ് ദ ഷവർ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഫീൽ തരുന്ന പെർഫ്യൂമിനോടാണ് എനിക്ക് ഏറ്റവും പ്രിയം. ഈ ഒരു പെർഫ്യൂമിന് അതുപോലുള്ള ഒരു എഫക്ട് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചിലർക്ക് പേഴ്സണലി റെക്കമെൻഡ് ചെയ്തു നിങ്ങളത് വാങ്ങണം. 10 ml അല്ലെങ്കിൽ 5 ml വാങ്ങി ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങണം കേട്ടോ. കാരണം അവർക്ക് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ബ്ലൈൻഡ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തു. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യാം. ഭയങ്കരമായ രീതിയിൽ നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ നിങ്ങൾ എന്താണ് ഒരു പെർഫ്യൂമിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു പർപ്പസ് ഇത് ഫുൾഫിൽ ചെയ്യും. വളരെ സിമ്പിൾ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഷാനേൽ അല്ലൂർ ഹോം സ്പോട്ട്. അതും ഈ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള നോട്ടാണ്. എനിക്കും അതുപോലുള്ള വർക്കുകളാണ് താല്പര്യം. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ട്രൈ ചെയ്യുക. പിന്നെ ഇത്രയും വില വരുന്ന ഒരു പെർഫ്യൂം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളത് നോക്കാൻ വേണ്ട. ജസ്റ്റ് വാങ്ങുക, എൻജോയ് ചെയ്യുക. താങ്ക് മീ ലേറ്റർ.